കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെറിയുന്നു. വി ഫൈറ്റ് തിങ്കിങ് ദേ ആർ അവേഴ്സ്. നമ്മുടെ അല്ലേ നോർത്തിട്ടാണ് നമ്മൾ ഒരുപാട് വഴക്കുണ്ടാക്കുന്നത്. ഫസ്റ്റ് റിലേഷൻഷിപ്പിലാണ് കേട്ടോ ഇത് മിക്കവാറും കാണാറായിട്ട്. ആദ്യമായിട്ട് പ്രണയിക്കുമ്പോൾ നമുക്കറിയത്തില്ലല്ലോ ഇത് നഷ്ടപ്പെട്ടേക്കാമെന്ന്. നമ്മളങ്ങനെ ചിന്തിക്കത്തേ ഇല്ല. വിചാരിക്കുന്നതൊക്കെ ഇയാൾ എൻ്റെ സ്വന്തമല്ലേ, എനിക്ക് അയാളോട് എന്ത് വേണേൽ പറഞ്ഞുകൂടെ എന്നൊക്കെയാണ്. ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ ശരിയാണ് കേട്ടോ, നമുക്കിഷ്ടമുള്ളതൊക്കെ നമുക്ക് അയാളോട് പറയാൻ പറ്റണം, അല്ലെങ്കിൽ പിന്നെ എന്ത് പ്രണയമാണ്. എന്നാലും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഒന്നും ചിന്തിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, അവസാനം നമ്മുടെ ഗതി ഇതൊക്കെ തന്നെയായിരിക്കും. ആ റിലേഷൻഷിപ്പിലങ്ങ് കയറി എല്ലാ സ്വാതന്ത്ര്യങ്ങളും എല്ലാ അധികാരങ്ങളും നമ്മൾ കാണിക്കാമല്ലോ, അയാൾ നമ്മുടെ സ്വന്തമല്ലേ. എന്നാൽ നമ്മൾ മറന്നു പോവും ഇയാൾക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, ഇയാൾക്ക് തിങ്ക് ചെയ്യാനുള്ള കഴിവുണ്ട്, അയാൾക്ക് അയാളുടെ ഇഷ്ടങ്ങളുണ്ടെന്നൊക്കെ. അതൊക്കെ എതിർത്തൊക്കെ കഴിഞ്ഞ് അയാളുമായിട്ട് അവസാനം പൂർവ്വം അടിയായി അവസാനം എന്താ, രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിയും. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ് കൂടെറിയുന്നു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. You are listening to Love Bites on Club FM with Reenu. അതെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുടെ ഇടയിൽ ഇവിടെ നമ്മുടെ പെൻഗിൻ വന്നിട്ടുണ്ടായിരുന്നു, ക്ലാസ്മേറ്റ്സിലെ രാധിക. അപ്പോൾ രാധികയുടെ അടുത്ത് ഞാൻ ഫസ്റ്റ് ലവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേൾക്കണോ? ആദ്യത്തെ ഇഷ്ടമൊക്കെ എല്ലാവരുടെയും ലൈഫിൽ ഭയങ്കര പ്യുവറായിരിക്കും എത്ര കാലം കഴിഞ്ഞാലും. അതൊക്കെ ശരിക്കും ആദ്യമായിട്ട് സംഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കലും ബ്രേക്കപ്പ് ആവാതെ നോക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ബ്രേക്കപ്പ് ആവാൻ പാടില്ല. ഇഷ്ടം ഒരാളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ലൈഫ് ടൈം മുഴുവൻ നിൽക്കുന്ന ഇഷ്ടമായിരിക്കണം, ജീവിതകാലം മുഴുവൻ നിൽക്കുന്നൊരിഷ്ടം. ഞാനും നിങ്ങളൊക്കെ അറിയാതെ മനസ്സിനുള്ളിൽ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്, ജീവിതകാലം ഇത്രയും നൽകുന്ന ഇഷ്ടം. എത്ര പേർക്ക് കിട്ടാറുണ്ട് അല്ലേ? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് ഒരു മെസ്സേജ് അയക്കാം. നമ്പർ 567678. ഫോമാറ്റ് ക്ലബ് സി സ്പേസ് യുവർ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് FM-ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. കൂടെ മനസ്സ് നിറയെ പ്രണയവുമായി റീനു. ഞാൻ പഠിച്ചിരിക്കുന്ന സമയം കേട്ടോ, പേരെടുത്ത് പറയാൻ പറ്റില്ല, കാരണം ഇവരൊക്കെ ആയിട്ട് എനിക്ക് ഇപ്പോഴും നല്ല അടുപ്പമുണ്ട്. 11th and 12th പഠിക്കുന്ന ആ ടൈമിൽ എനിക്ക് ജൂനിയറായിട്ടൊരു കുട്ടി ആ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തു. അവൻ ആ കൂട്ടത്തിലൊരു പെൺകുട്ടിയോട് ഭയങ്കര പ്രണയം എന്ന് പറഞ്ഞാൽ കത്തി നിൽക്കുന്ന പ്രണയം. അവസാനം സ്കൂളിൽ നിന്ന് വിളിച്ച് വോൺ ചെയ്തു, വീട്ടിൽ വോൺ ചെയ്തു, ഒരു രക്ഷയില്ല. രണ്ടുപേരുടെയും ഫസ്റ്റ് ലവാണ് കേട്ടോ. ഇവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര പൊസസീവാണ്, അതുപോലെ ഇവളെ ഭയങ്കര ഭരണമാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും ഇവൻ പറയുന്ന പോലെ തന്നെ ഇവളെ അനുസരിക്കണം. ഇവളാണെങ്കിൽ ഒരു പൊട്ടിപ്പെണ്ണ്, പറയുന്നതല്ല അതുപോലെ തന്നെ കേൾക്കുമായിരുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചുറ്റുമുള്ള എല്ലാവരും അവൾക്ക് പറഞ്ഞു കൊടുത്തു തുടങ്ങി, നീ എന്തിനാ ഇങ്ങനെ അവൻ പറയുന്നതല്ല അതുപോലെ തന്നെ അനുസരിക്കുന്നത്, നിനക്ക് നിൻ്റെ ഇൻഡിവിജ്വാലിറ്റി ഇല്ലേ, നിൻ്റെ ഐഡൻറ്റിറ്റി ഇല്ലേ, നീ അതൊക്കെ അവൻ്റെ മുന്നിൽ അടിയറ വെക്കുന്നത് എന്തിനാന്നൊക്കെ. അങ്ങനെ ഫ്രണ്ട്സൊക്കെ ഉപദേശിച്ച് അവസാനം എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളായി തുടങ്ങി. പിന്നെ ഭയങ്കര അടിയല്ലേ, അവൻ പറയുന്ന അവൾ അനുസരിക്കുമോ. അങ്ങനെ ചെറിയ ചെറിയ വഴക്കുകളിൽ നിന്ന് തുടങ്ങി അവസാനം കല്യാണം വരെ എത്തുമെന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചൊരു ബന്ധം 12th കഴിഞ്ഞപ്പോൾ പൊട്ടി പാളീസായിപ്പോയി. ദിസ് ഇസ് വാട്ട് ഐ വാസ് ട്രൈയിങ് ടു സേ. ഫസ്റ്റ് ലവ് ഇല്ലേ, അതിൽ ഈ വഴക്കുകളൊക്കെ ആ വഴക്കിങ്ങനെ വന്ന് അവസാനം ഇങ്ങനെ എത്തും. സങ്കടമാണത്. ഇത് ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ടൺ കണക്കിന് റൊമാൻസ് കൂടെറിയുന്നു. If you love something, let it go. If it comes back to you, it's yours forever. If it doesn't, it was never meant to be yours. ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ് കൂടെറിയുന്നു. പണ്ടത്തെ പ്രിൻസിപ്പിളായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിട്ടുകളാന്നൊക്കെ. നമ്മൾ ആരെങ്കിലും ഇപ്പോൾ ഇഷ്ടമുള്ള പ്രണയം വിട്ടുകളയോ? പണ്ടത്തെ പോലെയല്ല, ഒരുപാട് കള്ളന്മാരിങ്ങനെ ചുറ്റുമുണ്ടേ. നമ്മൾ വിട്ടുകളയുന്ന സാധനം മേടിക്കാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ പ്രണയിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ വിട്ടൊന്നും കളയാൻ നിൽക്കരുത്. അങ്ങനെ കളയാൻ നിൽക്കുന്നവരോട് തന്നെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാണുമ്പോൾ ചിരിക്കുന്നതല്ല, കാണാതാകുമ്പോൾ ഓർക്കുന്നതാണ് പ്രണയം. ഓ, അങ്ങനെയാണോ? പുതിയ അറിവാണല്ലോ. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് കാണുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം. പക്ഷെ കാണാതിരിക്കുമ്പോഴാണ് ശരിക്കും പ്രണയത്തിൽ ഒരുപാട് തീവ്രത അനുഭവിക്കുന്നത്. എന്നൊന്നും കണ്ടുകൊണ്ടിരിക്കുന്നവർ ഓക്കെ, അവരുടെ പ്രണയത്തിന് ഈ പറയുന്ന ഇൻറ്റൻസിറ്റി ഇല്ലയെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ എന്നും കാണാൻ പറ്റാത്ത പ്രണയിക്കുന്ന ചില ആളുകളില്ലേ, വല്ലപ്പോഴും ഒരുക്കി ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചേക്ക് അവർക്ക് കാണാൻ പറ്റുള്ളൂ.
പക്ഷെ ആ കാണുന്ന ദിവസം വരെയുള്ള അവരുടെ മനസ്സിലെ വിചാരങ്ങളില്ലേ, ഇങ്ങനെയൊന്ന് കാണാൻ പറ്റുക. അയാളിപ്പോൾ എന്ത് ചെയ്യായിരിക്കും? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കുന്നവരെ എനിക്ക് ഉറപ്പാണ് അവർ ഓരോ നിമിഷത്തിലും ചിന്തിക്കുന്നത് മറ്റേ ആളെക്കുറിച്ചാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഓർക്കും അയാളിപ്പോൾ എന്ത് ചെയ്യായിരിക്കും, അയാൾ കഴിച്ചോ. എന്നാൽ പലപ്പോഴും ഒന്ന് വിളിച്ച് അന്വേഷിക്കാൻ പോലും പറ്റിയൊരു സിറ്റുവേഷനിലൊന്നും ആയിരിക്കത്തില്ല. അങ്ങനെ കാണുന്ന വരെയുള്ള ആ ഒരു കാത്തിരിപ്പ്, ആ സമയത്തെ മനസ്സിലെ വിഷമം, അയ്യോ, അത് ശരിക്കും അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ. പറയുന്ന കേൾക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പല സംശയങ്ങളും തോന്നുന്നുണ്ടായിരിക്കും. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് ഒരു മെസ്സേജ് അയക്കാനുള്ള സമയമാണ്. നമ്പർ 567678, ഫോമാറ്റ് ക്ലബ് സി സ്പേസ് യുവർ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കൂടെ റീനു.